ഞാൻ എൻ്റെ അടുത്ത് മനു വേറൊരു കഥയാണ് പറഞ്ഞത്. അതൊരു ബഡ്ജറ്റ് ഇവിടുന്ന് വലിയ പടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സിനിമയ്ക്ക് പോയി, മാളികപ്പുറം കാണാൻ പോയി. ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഈ ഈ ഈ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ്, ഈ കുട്ടിയെ ഹീറോ ആയിട്ട്, അങ്ങനെയാണ് പറഞ്ഞത്, ഹീറോ എന്നല്ല, ഈ കുട്ടിയെ മെയിൻ റോൾ ഹീറോ ആയിട്ടൊരു സബ്ജക്റ്റ് എടുത്താൽ ഭയങ്കര ഹിറ്റായിരിക്കും. പണ്ട് ഞാൻ ഇതുപോലെ മഞ്ജു വാര്യരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് പെർഫോമൻസൊക്കെ. അപ്പോൾ ഞാൻ ടി.കെ. രാജീവ് കൊണ്ട് തന്നു, ആ കുട്ടി ഹീറോ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റ് വന്നാൽ ആ പടം ഹിറ്റായി. ഇപ്പോൾ ഞാൻ 2 ദിവസം പറഞ്ഞൊരു റിവെഞ്ച് സബ്ജക്റ്റ് ഉണ്ട്, കുട്ടനാടോട്ട് ഒരു റിവെഞ്ചിന് വേണ്ടി എത്തുന്ന പെണ്ണ്, അതാണ് കണ്ണെഴുതി പൊട്ടുന്നുണ്ട്, അത് മഞ്ജു വാര്യർ. ഇപ്പോൾ എനിക്ക് ദേവനന്ദയുടെ പേര്, ദേവനന്ദ ഇല്ലായിരുന്നു, ഞാൻ മാളികപ്പുറം കണ്ടില്ലെങ്കിൽ ഈ പടം ഉണ്ടാവില്ല. ഇനിയിപ്പോ ഭാവിയിലൊരു മനുഷ്യനെ പോലെ അതാണ് എൻ്റെ തമിഴിൽ നിന്ന് ഇതിൻ്റെ തമിഴ് തെലുങ്ക് ഡബ്ബിങ്ങിനൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ലക്ഷ്മി കടാക്ഷമുള്ള കുഴന്തെ, ഇത് പെരുത പെണ്ണാകുമ്പോൾ ശ്രീദേവി മാതിരി ആയിടുന്നു. ഭയങ്കര ടാലൻ്റ് ആ കുട്ടി. മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, കേറി വന്നപ്പോ തന്നെ രാജേട്ടൻ ഞങ്ങളോട് ചോദിച്ചു ഫുഡ് കഴിച്ചോ എന്നാണ്. മണി ഇത്ര ആയില്ലോ? എനിക്ക് തോന്നുന്നു രാജേട്ടന് ഭയങ്കര ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയെ പോലെ. കാരണം ഞാൻ കുറെ ഇന്റർവ്യൂസിലും പല ആൾക്കാർ പറയണ കേട്ടിട്ട്. കാരണം രാജേട്ടന്റെ സെറ്റിലായാലും നല്ല അടിപൊളി ഫുഡായിരിക്കും എപ്പോഴും. അങ്ങനെയാണ്, ഞാൻ ആ കാര്യത്തിൽ ഒരു കുറവും വരുത്തത്തില്ല. വളരെ ഇതായിരിക്കും സംഭവം. ഫുഡൊക്കെ വളരെ കറക്റ്റായിരിക്കും, നല്ല ഫുഡായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ വലിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിശപ്പുണ്ടാവില്ല. അതേസമയം നമ്മൾ പോകുമ്പം നമ്മുടെ ഒരു കാശില്ലെങ്കിൽ കടയിൽ തൂങ്ങുന്ന പഴം സോഡ കുപ്പിയൊക്കെ കണ്ടാൽ കൊതി വരും, പൈസ ഇല്ലെങ്കിൽ. മറ്റേ നമുക്ക് വാങ്ങിക്കല്ല അപ്പുറത്ത്. ഇത് എനിക്ക് ഒരു പഴം കഴിക്കുന്നെങ്കിൽ ഒരു സോഡ കുടിക്കുന്നെങ്കിലൊക്കെ തോന്നും. പഴയ കാര്യം പറയാം. നല്ല ഫുഡ്, നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫുഡല്ല. ഞാൻ ഇതുവരെ സിനിമ എടുത്താൽ ആർക്കും ഒരു പൈസ കൊടുക്കാനില്ല, എല്ലാം അവരവരുടെ പൈസ എല്ലാം കൃത്യമായിരിക്കും. എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഒരു ഡിസിപ്ലിൻഡ് പ്രൊഡ്യൂസറാണ്. അതെ. ഇപ്പം ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴായാലും ഞാൻ ട്രെയിലർ കണ്ടു ഞാന്. അപ്പം അതില് മോളുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ്, എന്റെ മോൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് ദേവനന്ദയുടെ ക്യാരക്ടറിനുള്ളത്. അപ്പം അതേപോലെ തന്നെ എല്ലാവരുടെ ലൈഫിലായാലും അച്ഛൻ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മക്കൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും സാധിച്ചു കൊടുക്കുന്ന, സ്വയം മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പാരന്റ്സ് ആണ് ഇവിടെ ഫുള്ള്. രാജേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി നിരഞ്ജേട്ടൻ അങ്ങനെ പറയുന്ന പോലെ മനസ്സിലായി. അപ്പം ആക്ച്വലി എന്തെങ്കിലും നിരഞ്ജേട്ടനെ സാധിച്ചു കൊടുക്കാതെ പോയി എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ മനസ്സിലൊരു വിഷമം പോലെ കിടക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞ അവരെ എൻ്റെ ഒരു നല്ല ഫാമിലി ലൈഫാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യമുണ്ട് എൻ്റെ മിനിമം ഇവർ രണ്ടുപേരെയും പേരിൽ 5 പൈസ ഇന്നുവരെ എനിക്ക് ഒരു FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ടാർഗറ്റ് അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുക, രണ്ടുപേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച്, രണ്ടുപേരും മാസ്റ്റേഴ്സൊക്കെ എടുത്തത് ഇംഗ്ലണ്ടിൽ നിന്ന്, UK നിന്നാണ്. അപ്പം ഒരു അച്ഛൻ്റെ കടമയാണ്. അല്ലാതെ മക്കളുടെ പേരിൽ 10 കോടി ഇട്ടിട്ട് അവനെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച് എങ്ങനെ ഇരിക്കും? അവൻ സമൂഹത്തിൽ റെസ്പെക്റ്റ് ഉണ്ടോ? വളരെ പുച്ഛമായിരിക്കും ആൾക്കാർ. അതേസമയം ഒരു പൈസയൊന്നും ഇല്ലെങ്കിലും ലണ്ടനിൽ പോയി പഠിച്ചാണെന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അഭിനയം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാത്തൊന്നുമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പിന്നെ ഞാൻ അയാളെ വേണ്ടിയിട്ടൊരു പടത്തിന് വേറൊരാളിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കാറില്ല ചാൻസുകൾ, അതുകൊണ്ട് അവസരങ്ങൾ കുറയും. പക്ഷെ ഞാൻ നിരഞ്ജൻ്റെ അടുത്തും ഈ പറയും നിരഞ്ജൻ്റെ അടുത്തും ചോദിക്കാറില്ല, ഞാൻ നിരഞ്ജൻ്റെ അടുത്തൊക്കെ പറയില്ല, അതൊക്കെ അവരവരുടെ കാര്യം.